ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് വെബ്സൈറ്റ്സ്, ഏതൊക്കെ തരം വെബ്സൈറ്റുകളാണുള്ളത്, ഓരോ ടൈപ്പ് വെബ്സൈറ്റും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഫ്രീ ആയിട്ട് അതെങ്ങനെ നമ്മൾക്ക് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വേർഡ്പ്രസ് ആണ്. അപ്പോൾ എന്താണ് വേർഡ്പ്രസ് എന്ന് ആദ്യം പറയാം. വേർഡ്പ്രസ് ഈസ് ദ സിംപ്ലസ്റ്റ് മോസ്റ്റ് പവർഫുൾ വേ ടു ക്രിയേറ്റ് യുവർ ഓൺ വെബ്സൈറ്റ് ഓർ ബ്ലോഗ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്, അതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വഴി കൂടിയാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ 43.3% വെബ്സൈറ്റുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വേർഡ്പ്രസ് യൂസ് ചെയ്തുകൊണ്ടാണ്. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ വേർഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. GPL വേർഷൻ 2 ലൈസൻസിൻ്റെ അണ്ടറിലാണ് അത് വന്നിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തിക്കും വേർഡ്പ്രസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, മാത്രമല്ല അതിൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാം. ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാൽ എന്താണ്? A content management system is basically a tool that make it easy to manage important aspects of your website like content without needing to know anything about programming. പ്രോഗ്രാമിനെ കുറിച്ച് യാതൊരു നോളേജും ഇല്ലാത്തൊരാൾക്കും സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അതിൽ കണ്ടൻറ്റ് ആഡ് ചെയ്യാനും അതിൽ ചേഞ്ചസ് വരുത്താനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ടൂളിനെയാണ് നമ്മൾ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വേർഡ്പ്രസ് എന്നുള്ളത് അത്തരത്തിലൊരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതേപോലെ അത് ഓപ്പൺ സോഴ്സ് കൂടിയാണ്. അതായത് വേർഡ്പ്രസ് ഉപയോഗിച്ച് കോഡിംഗ് നോളേജ് തീരെ ഇല്ലാത്ത ഒരാൾക്കും സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം വേർഡ്പ്രസ് യൂസ് ചെയ്തുകൊണ്ട്, എന്ന് മാത്രമല്ല ആ വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഡൊമൈൻ നെയിം നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അതേപോലെ സെർവറിൽ സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യണം, ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു വെബ്സൈറ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തതിനെ പബ്ലിക്കിനെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ലൈവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അവിടെ profreehost.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ നമ്മൾക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ ഈ വെബ്സൈറ്റിലേക്കുള്ള പുതിയൊരു പാസ്വേഡും നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്ക് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാനുള്ള ഒരു മെസ്സേജ് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതായത് അവർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങളുടെ ഇമെയിലിലോട്ട് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് അവർ സെൻഡ് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് profreehost എന്നുള്ളതിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്, അക്കൗണ്ട് ആക്ടിവേഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രീ ഹോസ്റ്റിൻ്റെ അക്കൗണ്ടിലോട്ട് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. എൻ്റർ അട്രാക്റ്റീവ് നെയിം ഫോർ യുവർ വെബ്സൈറ്റ് എന്നൊരു ബോക്സ് കാണുന്നുണ്ട്. അതേപോലെ അതിൻ്റെ എക്സ്റ്റൻഷനും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു റിയൽ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേരിൻ്റെ കൂടെ .com, .org അല്ലെങ്കിൽ .net അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഫ്രീ ഹോസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്യുന്ന ഡൊമൈൻ ആയതുകൊണ്ട് നമ്മളുടെ ഡൊമൈൻ നെയിമിൻ്റെ കൂടെ liveblog365.com എന്നൊരു എക്സ്റ്റൻഷൻ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നെയിം കൊടുക്കാം. അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലിമിറ്റേഷനാണ്. എങ്കിലും നമുക്ക് അതിവിടെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല, നമ്മൾ സാമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അട്രാക്റ്റീവ് നെയിം ഫോർ യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നെയിം നമുക്ക് കൊടുക്കാം. ദെൻ ഈ ഒരു ഡൊമൈൻ അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾറെഡി ആരെങ്കിലും ഈ ഒരു പേരിൽ ഡൊമൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു പേരിൽ ഡൊമൈൻ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ടിക്ക് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അക്കൗണ്ടിൻ്റെ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ മാനേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിവിടെ കൺട്രോൾ പാനൽ എന്നൊരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും, എന്നൊരു ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺട്രോൾ പാനൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിലോട്ട് റീഡയറക്ഷൻ ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ്, അതായത് വേർഡ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കൺട്രോൾ പാനലിൽ. നമ്മൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് സോഫ്റ്റ്വെയർ എന്ന സെക്ഷൻ്റെ അണ്ടറിലായിക്കൊണ്ട് സോഫ്റ്റാക്കുലസ് ആപ്സ് ഇൻസ്റ്റാളർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്കിഷ്ടമുള്ള കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ വേർഡ്പ്രസ് ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ അഡ്മിൻ അക്കൗണ്ട് എന്നുള്ള സെക്ഷനിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ യൂസർ നെയിം കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എന്നാൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങളവിടെ കൊടുക്കുക. കാരണം ഈ ഒരു പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി നമുക്ക് സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മാനേജ് ചെയ്യുന്നതുമെല്ലാം ഈ ഒരു പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് മറക്കാതിരിക്കണം. അതുപോലെ ഇമെയിൽ ID, അതും കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കുക. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ആവാൻ, അതായത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ സക്സസ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അതായത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കാണാനായിട്ട് ഇവിടെ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ഇൻ ന്യൂ ടാബ് കൊടുക്കാം.
ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിഫോൾട്ട് ഹോം പേജ് വന്നിട്ടുള്ളത്. നമ്മുടെ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് വേർഡ് പ്രസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ തീമാണിത്. ഇതാണിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈനായിട്ട് നമുക്ക് കാണുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.